Happy birthday to you. Happy birthday to you. Happy birthday ശുഭചേട്ടാ. Happy birthday. ഒരു പാവം തയ്യക്കാരനാ എനിക്ക് പിറന്നാൾ ആഘോഷം സാധ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്ത എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ പേരിലും എന്റെ ഈ കടയുടെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. പിറന്നാൾ ആഘോഷത്തിൽ ഇനി അടുത്തതായിട്ട് മദ്യപാനമാണ്. ഇതാ കള ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരെയും ഈ കളത്തിലേക്ക് ഞാൻ ഹാർദവമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇതെന്തു കൂടിയാണ് കൂമ്പുപടി പോണ്ട. മദ്യപിക്കാൻ അറിയാവുന്നവൻ. താങ്ക് യു. ആരാ കിടന്ന് പെടക്കല്ലേ? ഷിബുട്ടാ, ഷിബുവേട്ടന് വർഷത്തിൽ ഒരു പിറന്നാളേ ഉള്ളോ അതോ ഡേറ്റ് മാറ്റി വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ? ഉണ്ടടാ, 2 ഉണ്ട്. അതെന്നാ? ഒന്ന് ഡിസംബറിലും ഒന്ന് ഒക്ടോബറിലും. ഇപ്പൊ ഉള്ള ബർത്ത്ഡേ തന്നെ എന്താണെന്നറിയാൻ പാടില്ല. അച്ഛൻ പറഞ്ഞ ഒരു ഡേറ്റ്, അമ്മ പറഞ്ഞ വേറെ ഡേറ്റ്, വൈറ്റാറ്റി പറഞ്ഞ വേറെ ഡേറ്റ്. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഡേറ്റ് ഫിക്സ് ചെയ്താ. ഇതുപോലെ ഓസിന് കള്ളു കുടിക്കാറില്ല, അതുകൊണ്ടാ. കാശ് മുടക്കി അടിക്കണോടാ, കാശ് മുടക്കി അടിക്കണം. അല്ലാതെ ഇങ്ങനെ ഉണ്ടല്ല തിരുമി ഇരുന്നിട്ട് ഒരു കാര്യമില്ല. കാശ് വേണ്ടേ? ദരിദ്രര്. ഒരുത്ത പെയിന്റ് പണിക്കാരൻ തച്ചെത്ര 900, 1000. ഒരുത്ത പൊറോട്ട അടിക്കാരൻ തച്ച് 600, 700. ഒരുത്തൻ വാടക ഓട്ടോ എടുത്ത് ഓടിക്കുന്നു. അവൻ തട്ടിക്കുന്നതും വെട്ടിക്കുന്നതും ബാക്കി കൊടുക്കാതിരിക്കുന്നതും കൂട്ടി അവൻ എത്ര കിട്ടുന്നു അവന് പോലും അറിയില്ല. അതിനിവര് കാശ് പോയിട്ട് വെക്കല്ലേ അംബാനിമാരാൻ വേണ്ടിട്ട്. അതേടാ, അംബാനിമാരാവൻ. ഞാൻ ആംബ്രോസ് അംബാനി. ഞാൻ ജോപ്പൻ അംബാനി. ഇവൻ സിബി അംബാനി. അല്ല, ആര്യ അംബാനി. ഈ പൂഴ്ത്തിവെപ്പ് രക്ഷപ്പെടാനുള്ള അവസാനത്തെ ശ്രമമാണ് ഷിബോട്ട. അതെ, കിട്ടുന്നതിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ചെലവ് കഴിഞ്ഞ് ഒന്ന് മാറ്റി വെക്കും. അതിൽ ഇവന്റെ എത്ര ഇവന്റെ എത്ര എന്റെ എത്ര എന്നൊന്നും ഇല്ലെന്ന് മാറ്റി വെക്കും. ഒന്ന് പിടിച്ചു കയറാൻ സ്വന്തമായിട്ടൊരു ബിസിനസ്. ബിസിനസ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് നല്ലതേ. ഒരു ഓട്ടോ മേടിക്കണം, അതും CC ഇല്ലാതെ റൊക്കം പൈസ കൊടുത്ത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റിലത്തെ ആദ്യ പടി. അതേ പിടിച്ചൊരു കയറ്റമുണ്ട്, റോക്കറ്റ് പോലെ. അതിനു വേണ്ടി ഏട്ടാ വല്ല നാട്ടിൽ നിന്ന് വന്ന ഒറ്റമുറി വാടകയ്ക്ക് താമസിക്കുന്നേ. അയ്യോടാ. ഈ ഓട്ടോ ഓടി കിട്ടുന്ന കാശ് കൊണ്ട് ഞങ്ങളൊരു കാർ വാങ്ങും. കാറോട് കിട്ടുന്ന ലാഭം കൊണ്ട് ഞങ്ങളൊരു മിനി ലോറി വാങ്ങും. ആ മിനി ലോറി എന്നൊരു വലിയ ലോറി, ഒരു ബസ്, ഹോട്ടൽ, ബാർ, ഒരു വലിയ ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ജ്വല്ലറി. അയ്യോ, എങ്ങനെ കഴിഞ്ഞിരുന്നു ഉമ്മാരാ? ഒറ്റ രാത്രി കൊണ്ടല്ലേ ഉമ്മാരെല്ലാം രക്ഷപ്പെട്ടത്. ഞാനിപ്പോഴും പഴയ ബ്ലൗസും ചക്രവും ചവിട്ടി ഇവിടെ കിടക്കണല്ലാതെ ഒരു നിവൃത്തിയില്ല. ആശാനെ എന്താ കരയുന്നേ? എടാ, ഉമ്മാരൊക്കെ രക്ഷപ്പെട്ടാ. അയ്യോ, ഉമ്മാരൊന്നും രക്ഷപ്പെട്ടില്ല. ആശാൻ വെറുതെ വെള്ളം അടിച്ച് ഓവറായിട്ട് തോന്നുക. പിന്നെ ഞാൻ പേടിച്ചു പോയി. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടെന്ന് ഓർത്ത് സന്തോഷായിട്ടാ. ആരും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങളൊക്കെ രക്ഷപ്പെട്ടല്ലേ അന്ന് ഞാൻ അറ്റാക്ക് ചത്തു. ഓ, ഷഡ്ഡി വെച്ചാ പോലും കാണാത്തൊരു സ്ഥലം. എടാ എടാ, നീ എന്റെ ഷഡ്ഡി ഇട്ടിട്ടുണ്ടോ? കാണിച്ചേ. ഒന്നും ഇട്ടിട്ടില്ല. എടാ, എന്റെ ഷഡ്ഡി കാണുന്നില്ലെന്ന്. എന്റെ ഷഡ്ഡി ഒരു ദിവസം ഷഡ്ഡി ഇട്ടില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒന്നും പിടിക്കല്ലോ. കോപ്പാടാ, നേരം എത്ര എഴുന്നേറ്റ് പോടാ. ഞാനിന്ന് പണിക്ക് പോകുന്നില്ല. എടാ, നേരം എത്ര നിനക്കൊന്നും പണിക്കും ചരക്കും പോകാനില്ലേ? എനിക്കിന്ന് പണിയില്ല. പണിയില്ലെന്ന്? എടാ, രാത്രി കള്ളു കുടിച്ചെന്ന് പറഞ്ഞ് മുത്തി കിടക്കാതെ ഏറ്റി പണിക്ക് വന്ന് നോക്കടാ. എന്റെ സെബാസ്റ്റ്യൻ പുണ്യാളാ, സ്ത്രീകളുടെ കിടപ്പ് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ല. എന്നെ കൊണ്ട് പണിയെടുപ്പിച്ച് തിന്നാൻ ഒരുത്തനും വിചാരിക്കണം മര്യാദ എന്റെ പണിക്ക് വന്ന് നോക്കൂ. രാവിലെ തന്നെ ഒച്ചെടുക്കലടാ ഊളെ. പിന്നെ ഞാൻ മാത്രം എന്തിനാ പണിക്ക് പോകുന്നത്? അല്ലെങ്കിലും
ഇന്ന് ഞാൻ പോയില്ലെങ്കിൽ എന്റെ ശില്പമോളെ ടൗണിൽ കൊണ്ടുപോയിടും. ഈ ആംബ്രോസ് ഏട്ടനെ കണ്ടില്ലെങ്കിൽ അവക്ക് ചിലപ്പോ വിഷമായാലോ. മോളാണ് എന്റെ ഊർജം. ഇല്ല, ഏട്ടൻ മടി പിടിച്ചിരിക്കില്ല. മോളെ കാണാൻ ദേ വരുന്നു. കുത്തി വെച്ചാൽ മതിയായി. വക്രത നിറഞ്ഞ പാപലോകത്തിൽ നീ വിളിച്ചു വേദിരിച്ച നിഞ്ചനം നിന്റെ പൊന്നു നാമം മുഖത്തിനായി ദിനം ശോഭിപ്പാൻ കൃപ നൽകണമേ. പ്രൈസ് ദി ലോർഡ് അംബ്രോസേ. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ കച്ചവടം? ഓ, ഉച്ച കഴിഞ്ഞ് മടുപ്പായിരുന്നു പാസ്റ്ററെ. ആ. ടൗണിലാണ് മുടിഞ്ഞ ബ്ലോഗും. അല്ല, നല്ല തിരക്കായിരുന്നു. ആ, ഞാൻ തന്നുവിട്ട വേദപുസ്തകത്തിൽ നിന്ന് 12 അധ്യായം വീതം വായിച്ചിട്ടല്ലേ നീ വണ്ടി എടുക്കാറ്? വായിക്കാറുണ്ട്. എന്നാ പിന്നെ അങ്ങനെ സംഭവിക്കണ്ടല്ലോ. മോനെ ആംബ്രോസേ, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ ലോകത്ത് ഒരു രക്ഷയും കർത്തൃപാല പ്രധാനം. പ്രാർത്ഥനയും ഉപവാസവും മസ്റ്റാ. വെള്ളിയാഴ്ച ഉപവാസം ഉണ്ടാണല്ലോ നീ വണ്ടി ഓടിക്കാറ്. ഉപവാസം ഉണ്ടടാ? ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ഒരു തുടിപ്പ്, ദൈവവിളിയുടെ ഒരു പ്രസരിപ്പ് നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ വലിക്കില്ല, കുടിക്കില്ല, ദൈവഭയമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണല്ലോ എന്റെ വിശുദ്ധ പൗലോസിനെ ഓടിക്കാൻ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല പാസ്റ്ററെ, ഞാൻ ഇന്നാള് പറഞ്ഞ ഈ വണ്ടിയുടെ പേരൊന്നും പ്രൈസ് ദി ലോർഡ്. മോനെ ആംബ്രോസ്, ഒരു ഓട്ടോയ്ക്കിടാൻ പറ്റിയ ഏറ്റവും മനോഹരമായ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്. വിശുദ്ധ പൗലോസ് ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതായിട്ടുള്ള 2-ാം ലേഖനത്തിൽ, തീമോത്തിയോസ് 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചും ഓട്ടോയെ കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഓട്ടോക്കാരെ കുറിച്ചോ? ആ, നീ വായിച്ചിട്ടില്ലേ? ഇല്ല. ഞാൻ നല്ല ഓട്ടം ഓടി, എന്റെ ഓട്ടം പൂർത്തിയാക്കി. ഇതിലെ ഓട്ടം ഓട്ടോക്കാരുടെ ഓട്ടത്തെ സൂചിപ്പിക്കുന്നേ. അപ്പോസ്തലൻ ആരാ മോൻ? നീ സമയം കിട്ടുമ്പോഴേ വല്ല ഹർത്താലം വല്ല മതി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം. കുറച്ച് ദൈവവചനങ്ങള് ഈ തങ്കച്ചമ്പാസനൊക്കെ വ്യാഖ്യാനിച്ചിരുന്നുണ്ട്. നീ വന്നേ. എന്തിനാ? പിന്നൊരു കാര്യം നീ മനസ്സിൽ വെച്ചാ മതി, ആരും പറയാനും നിൽക്കണ്ട. ചർച്ചിൽ ഞാനിപ്പോ ചില അടയാളങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ ഒരു തലമൂത്ത സഹോദരന്റെ കൊച്ചുമോക്കെ ഭയങ്കര പനിയും ജലദോഷം എന്റെ അടുക്കളോട്ട് കൊണ്ടുവന്നിട്ട് തങ്കച്ചൻ മാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പ്രാർത്ഥിച്ചു, സൂതിപ്പ് നടത്തി, കോച്ചിന്റെ മൂക്കൊരു തുടങ്ങി കിട്ടും. ആ നിമിഷം പോയി. മൂക്ക് പോയോ? മൂക്കല്ല, മൂക്ക് അടപ്പ് പോയി. ഇപ്പൊ പലരും വരുന്നുണ്ട്, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം, തങ്കച്ചൻ ഭാഷ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നിനക്ക് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിന്റെ നിന്നോട് ഞാൻ ഇന്നാള് പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എടാ, നീ രക്ഷിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ നിന്റെ രക്ഷയ്ക്കായി നീ സ്നാനപ്പെട്ട നിന്റെ ശമ്പളത്തിൽ ഡെയിലി 17 രൂപ കൂടി തരും. ഒരു നിസ്സാര കാര്യം ആലോചിക്കുക. ഇയാളുടെ ഈ കത്തി സഹിക്കുന്നതിന് പിന്നിൽ ആംബ്രൂസിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ: മകൾ ശില്പയെ പ്രണയിച്ച് വിവാഹം കഴിക്കുക, കൂടെ ഈ ഓട്ടോയും വീടും സ്വന്തമാക്കുക. മോളെ, നീക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം. പരിശുദ്ധാത്മാ. എന്തോ? കഴിക്കാനുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായി കഴിച്ചോളണം. പിന്നെ ആത്മാക്കൾ വിളിക്കാൻ പോണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിഞ്ഞ് വെയിലൊക്കെ ആറിയിട്ട് പോയാൽ മതി. അച്ഛന്മാര് കന്യാസ്ത്രീകൾ ഓട്ടോറിക്ഷ കയറിയ 5 രൂപ കൂടുതൽ മേടിച്ചോടാ. ആ, പ്രൈസ് ദി ലോർഡ്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നേരെ നോക്കി വണ്ടി ഓടിക്കാം ബ്രോസേ. ഓ, വൈകിട്ട് എന്നെ ചുമ്മാ നോക്കി നിർത്തിയേക്കരുത്, സമയത്തിന് വന്നേക്കണം.
അത് ശരി. എന്റെ ടീച്ചറെ വായ നോക്കുവല്ലേ? പിന്നെ നിന്റെ ഒരു ഉണക്ക ടീച്ചർ അവൾ മലരോ? നോണയൊന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. ടീച്ചർ നാളെ എന്നോട് പറയുകയും ചെയ്തു. എന്ത് എന്താണ് പറഞ്ഞത് പറയടാ. ഒരു വായ നോക്കി ആ വീടിനടുത്ത് നിക്കില്ലേ, ഏതാവനെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ആ പെയിന്റ് അടിക്കാൻ പോകുന്ന സിവിച്ചാണെന്ന് പറഞ്ഞു. നശിപ്പിച്ച് നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടില്ലേ പെയിന്ററാന്ന് പറയുന്നത് ചിത്രകാരനാന്ന് പറയണു. എനിക്ക് നുണ പറയാനൊന്നും പറ്റില്ല. അയ്യടാ ഒരു കൊച്ചു കാന്തി, നീ ഇങ്ങോട്ട് വാ. ആനനെ വരച്ച ആടിനെ വരച്ച മയിലിനെ വരച്ചാന്ന് പറഞ്ഞോണ്ട് ശരിയാക്കി തരാം. നിന്നെ പിണങ്ങി പോലെ. ശിവചേട്ടൻ ഒരു ഉപകാരം ചെയ്ത് തന്നു കഴിഞ്ഞാൽ ശിവചേട്ടൻ ഇനിയും ഒരുപാട് പടം വരച്ചിടാം. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും. ആ എന്തുപകാരാന്ന് പറയും. ഒരു കൊച്ചുപകാരം പറയട്ടെ. ശിവചേട്ടൻ മോന്റെ കയ്യിൽ ഒരു സാധനം തന്നു വിടും. അത് മോൻ ടീച്ചറിന്റെ കൊണ്ട് കൊടുക്കണം. മനസ്സിലായി, പ്രേമലേഖനല്ലേ? ഛേ, ഇതൊന്നുമല്ല. അത് ബാബുക്കൊണ്ടെ കൊണ്ട് കൊടുപ്പിക്കൂ. ചേട്ടൻ തന്നെ കൊടുക്കില്ലേ? ഇത് വേറെ സാധനം. കൊടുക്കൂ. കൊഴപ്പാവൂ. ഏയ് എന്നാ ഒരു കൈ നോക്കാം. ചെല്ലട്ടെ. എന്നതാടാ രാവിലെ തന്നെ കറങ്ങി നടക്കുന്നേ? പഠിക്കാനൊന്നുമില്ലേ? ഞാൻ നമ്പീശാച്ചാന് സോപ്പ് എടുക്കാൻ പോയതാ. ആ പോയിരുന്നു പഠിക്കേ. നിങ്ങളുടെ മകനല്ലേ, അവനും തുടങ്ങി പൊതുപ്രവർത്തനം. ഓ സൂര്യൻ ഉച്ചയിലെത്തിയല്ലോ. പല്ലി വെളിപ്പേരൊന്നും കഴിഞ്ഞില്ലേ? അവന്മാരൊക്കെ എന്തിയേ? ഇന്നലെ രാത്രി നല്ല പൂസായിരുന്നല്ലേ? ചെറുതായിട്ട്. പിന്നെ എനിക്ക് പണിയൊന്നുമില്ല, പുതിയ സൈറ്റ് ആവണം. ആ എന്നാ ഉച്ച കഴിഞ്ഞ പാർട്ടി ഓഫീസിൽ വാ. 2-3 ബോർഡുകൾ എഴുതാനുണ്ട്. സ്ഥിരം എഴുതുന്നവന് ഡെങ്കിപ്പനിയാ. പകരക്കാരനവൻ എന്റെ പട്ടി വരും. വലിയ നേതാവാ. സ്വന്തം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരു ഉപകാരമില്ല. പണിയല്ല ആമ്പിളേർക്ക്. നീ ചൂടാവല്ലേ. പണ്ടത്തെ പോലെ പിരിവത്ര കാര്യക്ഷമമല്ല. കാശ് ഞാൻ കൈന്നെടുത്ത് തരേണ്ടി വരും. മുടിഞ്ഞ പണിക്കൂലിയല്ലേ? 4 സൈഡിൽ നിന്ന് വരുമാനമല്ലേ, കൈനോടത്ത് മുടക്കൂ. എന്ത് വരുമാനം? ആകെ ഉള്ളത് 2 വാടക വീടാ. അതിന്ന് എന്താ കിട്ടുന്നെന്ന് നിനക്കറിയാലോ. ഒന്നിന് വാടകയില്ല. പിന്നെ നീയൊക്കെ തരുന്നതിന്റെ കണക്ക് ഞാൻ പറയണ്ടല്ലോ. അതെ, ഇതെടുക്കാതെയാണോ നിങ്ങൾ പോയത്? ഇങ്ങനെ ഓർമ്മയില്ലാത്തൊരു മനുഷ്യൻ. ഞാനതങ്ങ് മറന്നു. ഡാ സിബി, നീ അറിഞ്ഞോ നമ്മുടെ നമ്പീശൻ ചേട്ടൻ ചെയ്തൊരു ചെയ്ത്ത്? നീ അറിഞ്ഞില്ലേ? ഇല്ല. അങ്ങയുടെ ശരീരം മരണശേഷം ഏതോ മെഡിക്കൽ കോളേജിൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തോളാം. എവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിൽ വെച്ച് ഒപ്പിട്ട് കൊടുത്തു. അങ്ങേര് ബന്ധം കൊണ്ടോ സ്വന്തം കൊണ്ടോ എന്റെ ആരുമല്ല. എന്റെ അപ്പൻ ഈ സ്ഥലം വാങ്ങിച്ചപ്പോ അന്നത്തെ ഉടമയുടെ സഹായത്തിന് നിന്നതാ ഈ കാർന്നൂര്. സ്വന്തക്കാരും ബന്ധക്കാരും ഇല്ല. ഇവിടെ നിന്നോട്ടേന്ന് ചോദിച്ചു. നിന്നോളാൻ അപ്പം പറഞ്ഞു. ആ നിക്കുന്ന നിപ്പ ഇപ്പോഴും നിക്കുന്ന ഇത്രയും പ്രായമുള്ള മനുഷ്യനാ. ഒന്ന് വീണാ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത്? അപ്പൊ പിന്നെ എന്നോട് പറയാതെ മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിട്ടത് ശരിയാന്നോ? ഇറക്കി വിടുക വേണ്ടത്. പക്ഷെ അയാളെ കാണുമ്പോ അപ്പന്റെ മുഖം മനസ്സിൽ വരുന്നേ. ദാ വരുന്നു. ആശുപത്രിക്കാർക്ക് ഈ അടുത്ത കാലത്തൊന്നും കിട്ടില്ല. മുട്ടിഞ്ഞ ആയിസ. ഒന്ന് നിന്നേ. നന്ദി വേണം കാർന്നോരെ, നന്ദി. മെഡിക്കൽ കോളേജിൽ പോയി ഒപ്പിടുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നല്ലോ. എന്റെ മാത്തച്ച, ഞാൻ അങ്ങനെ കരുതി കൂട്ടിയൊന്നും ചെയ്തതല്ല. കണ്ണൊന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോ ചില കാര്യങ്ങളൊക്കെ അവര് പറയുന്നത് ശരിയാന്ന് തോന്നി. ഇതിപ്പോ മേലാതാകുമ്പോ അവര് വന്നങ്ങ് കൊണ്ടുപോയിക്കൊള്ളൂ. നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല. എന്നാ ഇത്രയും കാലം നോക്കിയിട്ട് ചെലവിങ് തന്നേരെ. എടി ലിസി, ഇനി ഇവിടെ നിന്ന് ശരിയാകില്ല. സിബി ഓഫീസിലേക്ക് ഒന്ന് വന്നേരെ. കൊറേ നേരം ആയല്ലോടാ ചോദിച്ചോണ്ടിരിക്കുന്നത്. പെങ്കൊച്ചങ്ങ് പോയില്ലോടാ. ഏത് പെണ്ണ്? ഏത്? അറിയത്തില്ലല്ലേ? പോ. എങ്ങനെ ഗുണം പിടിക്കുവാ? കഴിക്കാൻ എന്നാ വേണ്ടേ? 2 പൊറോട്ട. കറി കറി കറിയാ? എന്ത് കറിയുള്ളേ? ഇറച്ചിക്കറി ഉണ്ട്. ഇറച്ചിക്കറി ഉണ്ടോ? ഫ്രൈ റോസ്റ്റാ? ഫ്രൈ ഉണ്ട്, റോസ്റ്റും ഉണ്ട്. ഫ്രൈയും റോസ്റ്റും രണ്ടും ഉണ്ട്. വേറെ ഒന്നുമില്ലല്ലേ? മുട്ടക്കറി ഉണ്ടാ? മുട്ടക്കറി ഉണ്ട്. ഉണ്ട്. എനിക്ക് എന്ത് ഇഷ്ടം അറിയാം. ആ മുട്ട ചാറ് ഇത്ര ഒഴിച്ചത്. 2 പൊറോട്ട, ചാറ്. എടാ ഒരു ദിവസമെങ്കിലും കാശ് കൊടുത്ത് കറി മേടിക്കണം. നിനക്ക് വേണമെങ്കിൽ ഞാൻ സാമ്പാർ തരാം. വേണോ വേണ്ടോ? മതി, എനിക്കത് മതി. എന്തുവാ വേണ്ടേ കഴിക്കാൻ? 2 പൊറോട്ട, ഒരു മുട്ടക്കറി, ഒരു ചായ. ഈ കൊച്ചിന് 2 പൊറോട്ട, മുട്ടക്കറി, ചായ.